നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാണാനില്ല എന്ന് പറഞ്ഞിരുന്ന അർജുൻ ആയങ്കിയുടെ ആ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആയങ്കിയുടെ അഭിഭാഷകൻ കോടതിക്കകത്ത് ഘോരഘോരം പ്രസംഗിച്ചത് അർജുൻ ആയങ്കിയുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണിന്റെ IMEI നമ്പരോ അത് ഏത് ബ്രാൻഡിൻ്റെതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അഭിഭാഷകയുടെ വീട്ടിലെ ഈ ഷൂ റാക്കിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ്. അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയതായി പോലീസ് ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിടാൻ ഉപയോഗിച്ച എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത്. ഷൂ റാക്കിനുള്ളിൽ നിന്നാണ് മൊബൈൽ ഫോൺ ലഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട താൻ തന്നെയെന്ന് അർജുൻ ആയങ്കി മൊഴി നൽകിയിരുന്നു. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ കണക്ഷനാണ് ഇതിന് ഉപയോഗിച്ചതെന്നും മൊഴിയിലുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ച കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ അർജുൻ ആയങ്കിയെ കണ്ണൂർ സൈബർ SHOയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് FB പോസ്റ്റ് ഇട്ടത് താൻ തന്നെയാണെന്ന് അർജുൻ ആയങ്കി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണിലെയും വൈഫൈ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. തന്റെ FB അക്കൗണ്ട് മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ല. തന്റെ ഐഫോണിൽ നിന്നാണ് FB അക്കൗണ്ട് ഉപയോഗിച്ചതെന്നും അർജുൻ മൊഴി നൽകി. തന്നെ കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപം ഫോൺ ഉണ്ടെന്ന കാര്യവും അർജുൻ ആയങ്കി തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് അതീവ രഹസ്യമായി പുലർച്ചെ നടത്തിയ തെളിവെടുപ്പിലാണ് അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തെ ഷൂ റാക്കിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. കേസിലെ നിർണായക തെളിവായ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ അവിടെ ഉണ്ടാകുമെന്ന് അഭിഭാഷകയ്ക്കും അറിവുണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ അറിവുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോൺ ഒളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അഭിഭാഷകയെ പോലും പറ്റിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. ഇതിനായി കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വളപട്ടണം SHO കമ്മീഷണർക്ക് കൈമാറി. റിപ്പോർട്ട് ഉടൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് കൈമാറും. സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളി പോസ്റ്റുകളും ആഭ്യന്തരമന്ത്രിക്കെതിരെ ഭീഷണി സന്ദേശങ്ങളും ഉയർത്തിയത് താൻ തന്നെയാണ് എന്ന് ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം കസ്റ്റഡിയിലിരുന്നപ്പോൾ പറഞ്ഞത് താനല്ല, മറിച്ച് തന്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നാണ്. പോസ്റ്റുകൾ ഇടാനായി സ്വന്തം ഐഫോൺ ഉപയോഗിച്ചെന്നും പിടിക്കപ്പെടാതിരിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ മാറ്റിയാണ് കണക്ട് ചെയ്തിരുന്നതെന്നും ആയങ്കി പോലീസിന് മൊഴി നൽകി. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്നും ആയങ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കേസിലെ പ്രധാന തെളിവായ ഐഫോൺ കണ്ടെത്താവുന്നതിനായി തെളിവെടുപ്പും പരിശോധനകളും പോലീസ് ഊർജിതമാക്കി. അതേസമയം തുടർച്ചയായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്ന ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനായുള്ള കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വളപട്ടണം SHO സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. നിലവിൽ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയുമായി പോലീസ് സംഘം ഇന്ന് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. ഒളിവിൽ കഴിഞ്ഞിരുന്ന തളിപ്പറമ്പിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് പ്രധാനമായും തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി മുഴക്കാൻ ഉപയോഗിച്ച ഐഫോൺ കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയങ്കിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നല്ല വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കേസിലെ നിർണായക ഡിജിറ്റൽ തെളിവ് ആയങ്കിയുടെ ഐഫോൺ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് വരും മണിക്കൂറുകളിൽ ഫോൺ വീണ്ടെടുക്കാനുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് കൂടുതൽ ഡേറ്റുകൾ കളക്ട് ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം. അത് വെള്ളിയാഴ്ച രാവിലെ 11:30 ആയങ്കിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ആയങ്കിയെ കഴിഞ്ഞ ദിവസമാണ് കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. ആയങ്കിയെ കസ്റ്റഡിയിൽ വിടരുതെന്നും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചെങ്കിലും മജിസ്ട്രേറ്റ് അത് തള്ളുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അഭിഭാഷകരുടെ പ്രതികരണം കേൾക്കാം. ഇല്ല, സംരക്ഷണ അല്ലല്ല, ഓൾമോസ്റ്റ് 5ഓളം കേസുകൾ അർജുൻ ആയങ്കിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുന് ഒരുപാട് പെറ്റീഷൻസ് റെഡിയാക്കണം. സുപ്രീം കോർട്ടിലേക്കുള്ള ബെയിലിന് വേണ്ടി ഓൾറെഡി വേറെ കേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം സംസാരിക്കണമായിരുന്നു.
അപ്പം അർജുനെയും മെൻ്റലി സറണ്ടർ ആവാനുള്ള പ്രിപ്പറേഷനും കൂടിയായിരുന്നു ആ ഒരു ടൈം. ഹാജരാക്കാൻ നിൽക്കുകയായിരുന്നു. അതെ അതെ അതെ. ആ സമയത്ത് പോലീസ് സ്ക്വാഡ് വരികയും ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. അവിടെ നിന്ന് തന്നെ ഡോറ് തുറന്നു, അവർ അത് കൂട്ടിക്കൊണ്ടുപോയി. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. റെഡിയായിരുന്നു. അതെ. പോലീസ് പറയുന്ന ഒരു വാദം ഒരു അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഒരു ശ്രമം നടത്തി. ഇല്ല ഇല്ല, അതെല്ലാം വെറുതെ മേ ബി ഹീറോയിക് മൊമെന്റ്സ്. അതെ അതെ, ഫ്ലാറ്റിലേക്ക് വന്നത്. ഓ അല്ല, നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായോ, 2 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. തളിപ്പറമ്പ് നിന്ന് കണ്ണൂരേക്ക് വരെ വന്നു. അതേപോലെ തന്നെ ആ ഫ്ലാറ്റിൽ CCTV ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, അതേപോലെ തന്നെ അർജുനും അറിയാം. അത് കൂടാതെ തൊട്ടടുത്ത് വീടുകളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഒളിപ്പിക്കലിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പം അതെൻ്റെ ഓഫീസ് കം റെസിഡൻസ് ആണ്. അപ്പോൾ ഒരു ലോയറിൻ്റെ സഹായത്തോടു കൂടി അർജുന് സറണ്ടർ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ച് വെച്ചത്. അതിനുവേണ്ടി ഇല്ല, ഇല്ല അത് ഡെഫിനറ്റ്ലി അതൊരു ക്ലയൻറ്റ് അഡ്വക്കേറ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ് അതിന് ബേസിക്കലി വേറെ ഒരു കാര്യങ്ങളുമില്ല. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് ഈ മൊബൈൽ സംബന്ധിച്ചൊരു വാദം നടന്നിരുന്നു? അല്ല, മൊബൈലിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിൽ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 5 ദിവസത്തെ കസ്റ്റഡി കൊടുക്കാതെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. ഫോൺ മാത്രമാണ്. മറ്റു കേസുകളിലൊന്നും ഈ കേസുകളിലൊന്നും ഡിജിറ്റൽ തെളിവുകൾ ഓൾറെഡി പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് അവർക്കുള്ള ആവശ്യം ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ആ ഫോണിൻ്റെ സോഴ്സ് കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളതാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതാണ് ബാക്കി കാര്യങ്ങൾ